നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പരീക്ഷാർത്ഥികൾക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ മാരത്തോൺ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചോദ്യം എന്താ ഇങ്ങനെയാണ്: ശരിയായ പദം തിരഞ്ഞെടുക്കുക. വിദ്യുശക്തി, വിദ്യുച്ഛക്തി, വിദ്യുശക്തി, വിദ്യുക്തി. നിങ്ങളുടെ ആദിത്യ വരട്ടെ, മറുപടി വരട്ടെ. ആദിത്യ പറയുന്നത് ഓപ്ഷൻ സി ആണ്. ആദിത്യ ഒന്നുകൂടെ നോക്കൂ. അഭിനവ് എന്താണ് വരട്ടെ? ശ്രദ്ധ എന്നാണോ ശാരദ എന്നാണോ? ശ്രദ്ധ. മെഡിക്കൽ കറക്റ്റ് തന്നെയാണ്. നിങ്ങളുടെ ഓപ്ഷൻ ശരി തന്നെയാണ്. ഓപ്ഷൻ ബി വിദ്യുത് ശക്തി എന്നതാണ് ശരി. വിദ്യുത് ശക്തി, ശരിയായ പദം വിദ്യുത് ശക്തി. ആ വാക്ക് പിരിക്കുമ്പോൾ കിട്ടുന്നത് നമുക്കറിയാം, രണ്ട് വാക്കുകൾ: വിദ്യുത് അധികം ശക്തി. വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തി. വിദ്യുത് അധികം ശക്തി, വിദ്യുത് ശക്തി. അപ്പം ശരി വിദ്യുത് ശക്തിയാണ്. വിദ്യുത് ശക്തി എന്നല്ല. ഇത്തരം ചില വാക്കുകൾ പലതും നമ്മൾ എഴുതി അല്ലെങ്കിൽ പറഞ്ഞ് തെറ്റിക്കുന്ന ചില വാക്കുകളുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി വിദ്യുത് ശക്തിയാണ് ശരി. എങ്കിൽ ഞാനൊരു വാക്ക് ചോദിക്കാം, നിങ്ങൾ എൻ്റെ ഉത്തരം ഒന്ന് ടൈപ്പ് ചെയ്ത് തരണം, ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം. റെഡ് കളർ, ഇംഗ്ലീഷിൽ RED, റെഡ് കളറിൻ്റെ മലയാളം ഒന്ന് വേണം. റെഡിൻ്റെ മലയാളം. ഇപ്പോൾ റെഡ് ഫ്ലവർ, അതിൻ്റെ മലയാളം എങ്ങനെ പറയാം? റെഡ് ഫ്ലവർ. ഇതാണ് സ്റ്റോംബർഗ്. പറയൂ. പ്രണവിന് ചുവപ്പാണ്. ശാലിനി ഇവിടെ പലരും പല ഉത്തരമാണ് തരുന്നത്. ഓക്കെ, അതിൻ്റെ ശരി ഉത്തരം ചെമപ്പ് എന്നാണ്. റെഡിൻ്റെ മലയാളം ചെമപ്പാണ്. ഇപ്പം ഈ കാണുന്ന മഷിയുടെ കളർ അതെ, മിടുക്കികൾ, ചെമപ്പ് എന്നാണ്. ചെമപ്പ്. നമ്മൾ പലപ്പോഴും ചുമപ്പ് എന്നൊക്കെ പറഞ്ഞു കളയും. ചുമപ്പും ഒന്നുമല്ല, അതിൻ്റെ മലയാളം ചെമപ്പ്. ചുവപ്പ് എന്നതൊരു വിശേഷണ ശബ്ദമാണ്. ചുവപ്പ് അതായത് ചുവന്ന് വരുന്നത്. ഇപ്പോൾ ഈ സ്ക്രീൻ ഇപ്പോൾ വെള്ള കളറാണ്. ഇതിൽ റെഡ് പെയിൻ്റ് അടിച്ചാൽ അത് ചുവന്ന് വരും. വേറെ കളറായിരുന്നു, അത് ചുവന്ന് വരും. ഇനി ചുമപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം തലയിൽ ചുമക്കുക എന്നാണ്. ചുമപ്പ്, ആ വാക്കിൻ്റെ അർത്ഥം തലയിൽ ചുമക്കുക എന്നാണ്. ഞാൻ ചുമന്ന ഷർട്ട് ഇട്ടു എന്ന് വെച്ചാൽ തലയിൽ ചുമന്നുകൊണ്ട് പോയ ഷർട്ട് ഇട്ടു എന്നാണ്. റെഡ് ഷർട്ട് എന്നാണെങ്കിൽ ചെമപ്പ് ഷർട്ട് എന്നാണ്. ചുമപ്പും അല്ല, റെഡിൻ്റെ മലയാളം ചെമപ്പ് എന്നാണ്. അതുകൊണ്ടല്ലേ നമ്മൾ റെഡ് സ്കൈ, ചെമ്മാനം, അതെ ചുമ്മാനം എന്നാണോ പറയുന്നത്. റെഡ് പെയിൻറ്, ചെഞ്ചായം. നമ്മൾ ചുഞ്ചായം എന്നല്ലല്ലോ പറയുന്നത്, ചെഞ്ചായം, ചെമ്മാനം, ചെങ്കോല്. അപ്പോൾ ചെമപ്പാണ്, ചുവപ്പോ അല്ല. ഇതുപോലെ നമ്മൾ തെറ്റിച്ചുപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ കാലിൽ കിടക്കുന്ന സാധനം നമ്മൾ എന്താണ് പറയുന്നത്? ചെരുപ്പ് എന്ന് പറയും. പക്ഷെ അതിൻ്റെ ശരി ചെരുപ്പല്ല, ചെരിപ്പ് എന്നാണ്. ചെരിപ്പ്. ചരിക്കാൻ ഉപയോഗിക്കുന്നത് ചെരിപ്പാണ്, ചെരുപ്പ് അല്ല. നമ്മൾ പലയിടത്തും ചെരുപ്പ് കട, ചെരുപ്പ് വിൽപ്പന എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ചെരുപ്പല്ല, ചെരിപ്പ് എന്നാണ്. അതുപോലെയാണ് ബുദ്ധിമുട്ട്, പ്രയാസം എന്ന അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നത് വിമ്മിഷ്ടം. ആ വാക്ക് വിമ്മിഷ്ടമല്ല, വിമ്മിട്ടം എന്നാണ്. വിമ്മിട്ടം എന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകുന്ന വിമ്മ് ഇഷ്ടപ്പെടുക എന്നാണ്. അപ്പോൾ വിമ്മ് ഇഷ്ടമല്ല, വിമ്മിട്ടം, ബുദ്ധിമുട്ട്, പ്രയാസം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ കൊപ്ര ആട്ടി കിട്ടുന്ന ബാക്കി ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ തലയ്ക്കകത്തുള്ളതായി വീട്ടുകാർ ആരോപിക്കുന്ന സാധനം. കൊപ്ര ആട്ടി എണ്ണ എടുത്തിട്ട് ബാക്കി കിട്ടുന്ന സാധനം എന്താണ്? പിണ്ണാക്കാണോ പുണ്ണാക്കാണോ? നമ്മൾ അതിനെ പലപ്പോഴും വീട്ടുകാരെ ശരി പുണ്ണാക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ പുണ്ണാക്കല്ല, ആ വാക്ക് പിണ്ണാക്ക് എന്നാണ്. പിണ്ണാക്ക്, പിണ്ഡം മാറ്റിയതിന് ശേഷമുള്ള ആക്കം, അത് പിണ്ണാക്കാണ്, പുണ്ണാക്കല്ല. പുണ്ണാക്കെന്ന് വെച്ചാൽ നമ്മൾ ചൊറിഞ്ഞ് പുണ്ണാക്കുന്നതിനെയാണ് പുണ്ണാക്കെന്ന് പറയുന്നത്. പുണ്ണാക്കല്ല, പിണ്ണാക്ക്. ഇതുപോലെ നമ്മൾ ഈ രാവിലെ നമ്മുടെ വീട്ടിൽ അമ്മമാർ ഉണ്ടാക്കി തരുന്നൊരു പലഹാരം ഉണ്ടല്ലോ, നിങ്ങളുടെ ന്യൂ ജനറേഷൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തള്ളിയിടുന്ന സാധനം, ആവിച്ച് തള്ളുന്നത് എന്താണ്? ആ വാക്ക്, ആ പലഹാരത്തിൻ്റെ പേര് പുട്ട്. അതെ, പുട്ട്. ശരിയാ. എന്താണ്? ബാംബിനോ എന്ന് പറയുന്നത് തന്നെ ഒരു ഇതിൻ്റെ പുട്ട് കമ്പനിയുടെ പേരാണെന്ന് തോന്നുന്നു അല്ലേ? പുട്ട് എന്നാണ് നമ്മൾ പറയാറ്. പക്ഷെ പുട്ടല്ല, ആ വാക്ക് പിട്ട് എന്നാണ്.
പിട്ട് നമ്മൾ പാടി പാടി പുട്ടാക്കിയതാണ്. പിട്ട് എന്നാണ്. കാരണം സംസ്കൃതത്തിലെ പിഠ എന്ന വാക്ക്, ഇത് സംസ്കൃതമല്ല പ്രാകൃത പാലിയാണെന്നാണ് പറയുന്നത്, അതിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് വന്നത്. പിഠ ആ വാക്കിൻ്റെ അർത്ഥം ധാന്യപ്പൊടി എന്നാണ്. അതിൽ നിന്നാണ് പിട്ട് എന്ന വാക്കുണ്ടാകുന്നത്. അപ്പോൾ പുട്ടല്ല പിട്ടാണ്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിക്ഷണറി എടുത്ത് നോക്കാം. പക്ഷേ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കാൻ വെച്ചിരിക്കുന്ന ചോദ്യം എനിക്കറിയാം. എന്താണ് സൗമ്യയ്ക്ക് എങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലേ, നിങ്ങളിപ്പോൾ ചോദിക്കാത്തതാണ്, എന്നോട് ചോദിക്കാനുള്ള ചോദ്യം എനിക്കറിയാം. സാറ് പറയും പോലെയല്ല, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവിടെ പുട്ടുപൊടി എന്നല്ലേ ഓരോ കമ്പനിയുടെയും പുട്ടുപൊടി എന്നല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. ശരിയാ, അതവരൊരു പക്ഷേ അറിഞ്ഞുകൊണ്ട് ആ തെറ്റ് ചെയ്യുന്നതാണ്. ഒന്ന്, നമ്മളിപ്പോൾ ഇത് പറഞ്ഞ് പുട്ടാക്കി. അതുകൊണ്ട് തന്നെ ഇത് കടയിൽ ചെല്ലുമ്പോൾ, മാർക്കറ്റിൽ ചെല്ലുമ്പോൾ പിട്ടുപൊടി എന്നെഴുതി വെച്ചിരുന്നാൽ, ഇപ്പോൾ ABC പിട്ടുപൊടി എന്നെഴുതി വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇത് വേറെ എന്തോ സാധനമാണ്, കഴിക്കാൻ കൊള്ളുന്നല്ല എന്ന് കരുതും. പുട്ടുപൊടി എന്ന് വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അതങ്ങനെ വയ്ക്കുന്നത്. പുട്ട് എന്നപ്പോൾ നമ്മൾ പാടി പറയാറുണ്ട്. ശരിയായി, ഇപ്പോൾ കേരളത്തിൽ പലയിടത്തും പുട്ട് നമ്മളൊക്കെ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ പുട്ട് എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെയൊക്കെ വീടുകളിലെ പ്രായം ചെന്ന ആൾക്കാർ പിട്ട് എന്നാണ് പറയുന്നത് ഇല്ലേ. നമ്മൾ വിചാരിച്ചു അപ്പൂപ്പൻ സ്കൂളിൽ പോയിട്ടില്ലാത്തതുകൊണ്ടാണ്. നല്ല പിട്ട് എന്നതാണ് ശരി. പിഠ എന്ന സംസ്കൃതം, പുട്ടെന്നൊരു വാക്ക് ഇംഗ്ലീഷിലേ ഉള്ളൂ, മലയാളത്തിലില്ല. പിട്ട്. ഇതുപോലെ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു വാക്കാണ് യാദൃച്ഛികം. യാദൃച്ഛികം എന്ന് ശരിയായി എഴുതേണ്ടത് ഇങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും ഈ കാണുന്ന മാതിരി യാദൃശ്ചികം എന്നെഴുതി കളയും. യാദൃശ്ചികമല്ല, യാദൃച്ഛികമാണ്. ഇച്ഛ കൂടാതെ സംഭവിക്കുന്നത്. ഇച്ഛ എന്ന വാക്കിന് ആഗ്രഹം, താല്പര്യം എന്നൊക്കെയാണ്. അപ്പം ഇച്ഛ കൂടാതെ, താല്പര്യം കൂടാതെ സംഭവിക്കുന്നതാണ് യാദൃച്ഛികം. യാദൃച്ഛികം എന്നിരുന്നത് ഇങ്ങനെയാണ്. എന്നാൽ നമ്മുടെ മലയാള മാസത്തിൻ്റെ പേര് വൃശ്ചികം എന്നെഴുതേണ്ടത് ഇങ്ങനെയാണ്. അവിടെ വൃശ്ചികമല്ല, അവിടെ ഇത് തന്നെയാണ്, വൃശ്ചികം. ആ വാക്കിൻ്റെ അർത്ഥം തേളെന്നാണ്. വൃശ്ചികം ആ വാക്കിൻ്റെ അർത്ഥം തേളെന്നാണ്. ആകാശത്ത് തേളിൻ്റെ ആകൃതിയിൽ നക്ഷത്രവിന്യാസം വരുന്നത് കൊണ്ടാണ് ആ മാസത്തെ വൃശ്ചിക മാസം എന്ന് പറയുക. വാക്കിൻ്റെ അർത്ഥം തേള് എന്നാണ്, വൃശ്ചികം. എന്നാൽ ഹരിശ്ചന്ദ്രൻ എന്നെഴുതേണ്ടതും ഇങ്ങനെ തന്നെയാണ്, ഹരിശ്ചന്ദ്രൻ എന്നാണ് എഴുതേണ്ടത്. എന്നാൽ ശരചന്ദ്രൻ എന്നെഴുതേണ്ടത് ഇങ്ങനെയാണ്, ശരചന്ദ്രൻ. അതിന് കാരണം ശരചന്ദ്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശരത്കാലത്തിലെ ചന്ദ്രൻ. ശരത്ത്, ചന്ദ്രൻ, ഈ രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് ശരചന്ദ്രൻ, ശരത്കാലത്തിലെ ചന്ദ്രൻ. എന്നാൽ ഹരിശ്ചന്ദ്രൻ ഹരികാലത്തിലെ ചന്ദ്രനല്ല, ഹരിയാകുന്ന ചന്ദ്രൻ. ഹരിഹി അധികം ചന്ദ്രൻ, ഹരിഹി അധികം ചന്ദ്രനാണ് ഹരിശ്ചന്ദ്രൻ. അപ്പോൾ ഇവിടെ വിസർഗം മാറി ശാ വരും, അങ്ങനെയാണ് ഹരിശ്ചന്ദ്രനാവുക. അപ്പോൾ ചെരിപ്പാണ്, ചെരുപ്പല്ല. വിമ്മിഷ്ടമല്ല, വിമ്മിട്ടമാണ്. പുണ്ണാക്കല്ല, പിണ്ണാക്കാണ്. പുട്ടല്ല, പിട്ടാണ്. യാദൃശ്ചികമല്ല, യാദൃച്ഛികമാണ്. വൃശ്ചികമല്ല, വൃശ്ചികമാണ്. ഹരിശ്ചന്ദ്രനല്ല, ഹരിശ്ചന്ദ്രനാണ്. ശരശ്ചന്ദ്രനല്ല, ശരചന്ദ്രനാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഏത് വാക്കാണ്? റെഡ്. റെഡ് അല്ല, റെഡിന് ചെമപ്പ്, ചെമന്ന ഷർട്ട് എന്ന് തന്നെയാണ് പറയുക. ചെമപ്പ് ഷർട്ടെന്നോ ചെമന്ന ഷർട്ടെന്നോ പറയാം. ചുമന്ന ഷർട്ടെന്ന് വെച്ചാൽ മറ്റേ തലേ ചുമന്നുകൊണ്ട് പോയതാണ്. അല്ല, ചെമപ്പ് എന്ന് തന്നെയാണ്, ചെമന്ന എന്ന് തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ശരി, അപ്പോൾ നിങ്ങൾ വീണ്ടും വേഗവിരൽ റെഡിയാക്കുന്നു. അടുത്ത ചോദ്യം എന്താ ഇങ്ങനെയാണ്. ശരിയായ വാക്യം കണ്ടെത്തുക. ശരിയായ വാക്യം. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്താരമായ ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണതയോടെയുള്ള ഭൂമി. ഇതിലേതാണ് ശരി? വരട്ടെ നിങ്ങളുടെ ഉത്തരം. പ്രണവ് പറയുന്നത് ഓപ്ഷൻ ഡി, 100 ചതുരശ്ര. പ്രണവേ ഒന്ന് നോക്കൂ. ഹരിപ്രിയ, ഹരിപ്രിയയ്ക്ക് ഓപ്ഷൻ ബി. ഹരിപ്രിയ PSCയുടെ പ്രീവിയസ് ആൻസർ എടുത്ത് നേരെ വെച്ചിരിക്കുകയാണ് ഇല്ലേ. രാജ്കുമാർ, ഓക്കെ. വിഷ്ണുപ്രിയ, ശരിയാണ്. നിങ്ങളുടെ ഉത്തരം വളരെ കറക്റ്റാണ്. ക്ഷമിക്കണം, ഓപ്ഷൻ ബി. രണ്ടാമത്തേതല്ല, ഓപ്ഷൻ എ ആണ് ശരി. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി. ഇവിടെ ഒരുപാട് പേര് ഓപ്ഷൻ ബി എടുത്തു. അതിൻ്റെ കാരണം PSC അന്ന് പ്രൊവിഷണൽ കീയിൽ തന്നത് ഓപ്ഷൻ ബി ആയിരുന്നു. പിന്നീട് അത് മാറ്റിയോ ക്യാൻസൽ ചെയ്തോ നമ്മൾ നോക്കിയില്ല അല്ലേ. 100 ചതുരശ്ര മീറ്റർ വിസ്താരമായതല്ല, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി. ഓപ്ഷൻ എ ആണ് ശരി. എന്തുകൊണ്ട് ബിയോ സിയോ ശരിയായി കൂടാ? 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി അല്ലെങ്കിൽ വിസ്താരമായ ഭൂമി. അവിടെ ആയ എന്ന ദ്യോതകം നമ്മൾ ഒരിക്കലും അളവിനോട് ചേർക്കില്ല, ഗുണത്തിനോടെ ചേർക്കുകയുള്ളൂ.
ഈ അളവും ഒരു ഗുണമാണ്. പക്ഷേ ഗുണത്തിനോടൊപ്പമേ നമ്മൾ ആയ ചേർക്കുകയുള്ളൂ. മനോഹരമായ, ശുദ്ധമായ, മലിനമായ, ശൂന്യമായ, കോമളമായ. എന്നാൽ അളവിനോടൊപ്പം നമ്മൾ ആയ ചേർക്കില്ല. 10 കിലോയായ, 4 ലിറ്ററായ, 10 മീറ്ററായ എന്ന് നമ്മൾ പറയില്ല. 10 മീറ്റർ നീളമുള്ളതായ, 10 മീറ്ററായ തടി എന്ന് പറയൂ, അല്ലെങ്കിൽ 10 മീറ്ററായ തുണി എന്ന് പറയില്ല. 10 മീറ്റർ നീളമുള്ള തുണി, 10 മീറ്റർ നീളമായ തുണി എന്ന് പറയില്ല. 10 മീറ്റർ നീളമുള്ള തുണി. അല്ലെങ്കിൽ 8 കിലോ ഭാരമായ കല്ല് എന്ന് പറയില്ല. 8 കിലോ ഭാരമുള്ള കല്ല്. അപ്പം നമ്മൾ അളവിനോടൊപ്പം ആയ ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് 100 ചതുരശ്ര മീറ്റർ വിസ്താരമായ ഭൂമി, വിസ്തീർണമായ ഭൂമി ശരിയാകാത്തത്. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണം ഉള്ള ഭൂമി, ഇതാണ് ശരിയായ വാക്യം. പലപ്പോഴും വാക്യശുദ്ധിക്ക് നമ്മളെ ഇത്തരം കുഴപ്പിക്കുന്ന ചില ചോദ്യങ്ങളിട്ട് PhD പറയും. ഒരു ഉദാഹരണത്തിന് ഞാനിവിടെ 2 സെൻറ്റൻസ് എഴുതാൻ പോവുകയാണ്. നിങ്ങളതിൽ ഏതാണ് ശരിയെന്നൊന്ന് പറഞ്ഞു തരണേ. ഓപ്ഷൻ എ, കാക്ക ഒരു ചിറകുള്ള പക്ഷിയാണ്. കാക്ക ഒരു ചിറകുള്ള പക്ഷിയാണ്. ഓപ്ഷൻ ബി, കാക്ക ചിറകുള്ള ഒരു പക്ഷിയാണ്. കാക്ക ചിറകുള്ള ഒരു പക്ഷിയാണ്. ഇതിലേതാണ് ശരി? കാക്ക ഒരു ചിറകുള്ള പക്ഷിയാണ്, കാക്ക ചിറകുള്ള ഒരു പക്ഷിയാണ്. ഏതാണ്? അതുല്യക്ക് ഓപ്ഷൻ ബി, കാക്ക ചിറകുള്ള ഒരു പക്ഷിയാണ്. ബി 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 രാം മോഹൻ ബി. എല്ലാവരും ബി. കറക്റ്റ്. വരട്ടെ, എന്താണ് പേര്? ശ്രീദേവി. കറക്റ്റ്, അതാണ്. ഈ 2 സെൻറ്റൻസും തെറ്റാണ്. ഈ 2 സെൻറ്റൻസ് തെറ്റാണ്. മിടുക്കി, ഒരാളാണ് ഉത്തരം പറഞ്ഞത്. 2 സെൻറ്റൻസ് തെറ്റാണ്. നമുക്ക് പെട്ടെന്ന് തോന്നും ഈ 2 സെൻറ്റൻസും കൂടെ കാണുമ്പോൾ കാക്ക ഒരു ചിറകുള്ള പക്ഷിയാണ്. കാക്കയ്ക്ക് ഒരു ചിറകല്ലല്ലോ, 2 ചിറകില്ലേ? അപ്പോൾ ആ സെൻറ്റൻസ് തെറ്റി. എന്നാൽ അടുത്തതിൽ കാക്ക ചിറകുള്ള ഒരു പക്ഷിയാണ്. ഓക്കെ, അത് കറക്റ്റാണ് എന്ന് നമുക്ക് തോന്നും. അല്ല, അവിടെയുമുണ്ട് ഒരു തെറ്റ്. നോക്കൂ, പക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? പക്ഷം ചിറക് എന്നാണ്, അല്ലേ? പക്ഷം ചിറക്. അപ്പോൾ പക്ഷി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചിറകുള്ള ജീവി എന്നാണ്. അപ്പോൾ പിന്നെ കാക്ക ഒരു ചിറകുള്ള ജീവി എന്ന് വേണ്ട. ഇവിടെ ആവർത്തനം ഉണ്ടാകുന്നു, പൗനരുക്ത്യം ഉണ്ടാകുന്നു. ചിറകുള്ള ജീവിയെയാണ് പക്ഷി എന്ന് പറയുക. അപ്പോൾ പിന്നെ ചിറകുള്ള പക്ഷി എന്ന് പറയണ്ട. അവിടെയും തെറ്റ്. ആദ്യത്തേലും അത് തന്നെയാണ് പ്രശ്നം, ചിറകുള്ള പക്ഷി. അവിടെയാണ് നമുക്ക് പെട്ടെന്ന് തോന്നും കാക്കയ്ക്ക് ഒരു ചിറകല്ലല്ലോ, 2 ചിറകല്ലേ? ആ ഒരു എടുത്ത് അപ്പുറത്തേക്ക് ഇടുമ്പോൾ ശരിയാവും. നല്ല, ഈ 2 സെൻറ്റൻസും തെറ്റാണ്. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ മതിയായിരുന്നു? കാക്ക ഒരു പക്ഷിയാണ് എന്ന് മതിയായിരുന്നു. കാക്ക ഒരു പക്ഷിയാണ് എന്ന് മതിയായിരുന്നു. അതാണ് ഇവിടെ ഉണ്ടായ തെറ്റ്. ഇത്തരത്തിലാണ്. നമുക്ക് വേറൊരു സെൻറ്റൻസ് നോക്കാം. ആ സെൻറ്റൻസിൽ എന്താണ് പ്രശ്നമെന്ന് നോക്കാം. മഴ പെയ്തതോടെ ദുഷ്കരം പിടിച്ച യാത്ര ചെയ്യേണ്ടി വന്നു. മഴ പെയ്തതോടെ ദുഷ്കരം പിടിച്ച യാത്ര ചെയ്യേണ്ടി വന്നു. ഇവിടെ എന്താണ് പ്രശ്നം? ഈ സെൻറ്റൻസിൽ എന്തെങ്കിലും ആവർത്തനമുണ്ടോ? എന്താണ്? മോഹൻ എൻ്റെ പറഞ്ഞു. മോനു അല്ലല്ല. മഴ പെയ്തതോടെ ദുഷ്കരം പിടിച്ച യാത്ര ചെയ്യേണ്ടി വന്നു. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആവർത്തനം എവിടെ ആവർത്തിച്ചു മോനുവേ? എങ്ങും ആവർത്തിച്ചില്ല. വേറെ ആരുടെ മറുപടി വരുന്നില്ല. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു പെശകുണ്ട്, അർത്ഥപരമായൊരു പെശകുണ്ട് ഈ സെൻറ്റൻസിൽ. ദുഷ്കരം പിടിച്ച, നമുക്ക് ഏത് ഡിക്ഷണറി വേണമെങ്കിലും എടുത്തു നോക്കാം. പക്ഷേ ദുഷ്കരം പിടിച്ച എന്നൊരു വാക്ക് അവിടെ ഉണ്ടാവില്ല, അതിനൊരു അർത്ഥമുണ്ടാവില്ല. അവിടെ അർത്ഥപരമായി പെശക് പറ്റി. നമ്മളങ്ങനെ പറയാറുണ്ട്, ദുഷ്കരം പിടിച്ച. ദുഷ്കരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പ്രയാസം. ദുഷ്കരം എന്ന് വെച്ചാൽ പ്രയാസം. അതിനെങ്ങനെയാണ് കയറി പിടിക്കുക? ദുഷ്കരത്തെ കയറി പിടിക്കാൻ പറ്റുമോ? അപ്പോൾ ദുഷ്കരം പിടിച്ച എന്ന പ്രയോഗം തെറ്റാണ് മോനോ, അതിനർത്ഥമില്ല. അപ്പോൾ അതെങ്ങനെ വരണം?
ദുഷ്കരമായ യാത്രയെന്നോ യാത്ര ദുഷ്കരമായി എന്നോ വേണം. മഴ പെയ്തതോടെ ദുഷ്കരമായ യാത്ര ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായി എന്നാണ് വേണ്ടത്. ദുഷ്കരത്തെ കയറി പിടിക്കാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും ഇത് പറയാറുണ്ട്, അത് വലിയ പ്രയാസം പിടിച്ച പണിയാണ്, അത് വലിയ ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. പ്രയാസത്തെ എങ്ങനെയാണ് കയറി പിടിക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിന് എങ്ങനെയാണ് കയറി പിടിക്കുക? അപ്പോൾ പ്രയാസം പിടിച്ച പണി, ബുദ്ധിമുട്ട് പിടിച്ച പണി എന്ന് പറയരുത്, പ്രയാസമേറിയ പണി അല്ലെങ്കിൽ പ്രയാസമുള്ള പണി എന്നാണ്. അപ്പോൾ ഇവിടെ മഴ പെയ്തതോടെ ദുഷ്കരം പിടിക്കണ്ട. നേരത്തെ പറഞ്ഞ ആയ ചേർക്കാം. ദുഷ്കരം ഒരു ക്വാളിറ്റി ആയതുകൊണ്ട് അതിനോടൊപ്പം എന്ത് ചേർക്കാം? ആയ ചേർക്കാം. എങ്കിൽ നമുക്ക് വേറൊരു സെൻറ്റൻസ് നോക്കിയാലോ? ആ സെൻറ്റൻസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോക്കൂ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങളൊന്ന് പറയണേ. പാലുൽപ്പന്നങ്ങൾ, മറ്റു രാജ്യങ്ങളിൽ നിന്ന് പാലുൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഈ ഉടമ്പടിയിൽ വ്യവസ്ഥയുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് പാലുൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഈ ഉടമ്പടിയിൽ വ്യവസ്ഥയുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് എ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ, ബി ഉടമ്പടിയിൽ വ്യവസ്ഥയുണ്ട്, സി ഡി നൺ ഓഫ് ദീസ്. എന്നിട്ട് ചോദ്യം ഇങ്ങനെയാണെന്ന് കരുതൂ. തെറ്റായ ഭാഗമേത്? ഇതിൽ തെറ്റായ ഭാഗമേത്? എ ബി സി അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഡി നൺ ഓഫ് ദീസ്. തെറ്റായ ഭാഗം ശ്രീനിധി പറയുന്നത് ഓപ്ഷൻ സി. പ്രണവ്, വിഷ്ണുപ്രിയ ഒന്ന് ശ്രദ്ധിക്കൂ. വലുതായിട്ട് മറുപടി വരുന്നില്ല. ഓപ്ഷൻ സി ആണ് എല്ലാവരും തിരഞ്ഞെടുത്ത്. ഒരാൾ എ. ശരിയാ. നോക്കൂ, ഇവിടെ പെട്ടെന്ന് നമുക്ക് തോന്നും ഓപ്ഷൻ സി ആണ് ഇതിലെ തെറ്റായ ഭാഗം. അവിടെ പൗനരുക്ത്യമുണ്ടായി, ആവർത്തനമുണ്ടായി എന്ന് തോന്നും. ഉടമ്പടിയും വ്യവസ്ഥയും തമ്മിൽ ആവർത്തനമില്ലേ എന്ന് തോന്നും. ഇല്ല, ഉടമ്പടിയും വ്യവസ്ഥയും തമ്മിൽ ആവർത്തനമില്ല. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് എന്നാണ്, വ്യവസ്ഥ എന്ന് വെച്ചാൽ കണ്ടീഷൻ എന്നാണ്. കുറേ കണ്ടീഷനുകൾ ചേർന്നിട്ട് ഒരു ഉടമ്പടി ഉണ്ടാകുന്നത്, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ കണ്ടീഷൻസ് ആണ്. ഇന്ന പ്രോഡക്റ്റ് ഇന്ന ഡേറ്റിൽ ഇന്ന റേറ്റിൽ എന്ന കുറേ ഉണ്ടാവും. അങ്ങനെ കുറേ വ്യവസ്ഥകൾ ചേർന്നാണ് ഒരു ഉടമ്പടി. അവിടെ ആവർത്തനമില്ല. പക്ഷേ ഇപ്പം മനസ്സിലായി ശ്രീവിദ്യയ്ക്ക് ഇല്ലേ? എങ്ങനെയാണ്? അവിടെ ആവർത്തനം ഉണ്ടായത്, ശരിക്കും ഈ സെൻറ്റൻസിൽ ആവർത്തനമുണ്ട്, പൗനരുക്ത്യമുണ്ട്. പക്ഷെ അത് സിയിലല്ല, എയും ബിയും തമ്മിലാണ്. എയും ബിയും തമ്മിൽ ആവർത്തനം. നോക്കൂ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിനല്ലേ ഇറക്കുമതി ചെയ്യുക എന്ന് പറയുന്നത്? മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഇറക്കുമതി ചെയ്യുക. പിന്നെന്തിനാണ് ഇത് രണ്ടും കൂടെ ആവർത്തിക്കുന്നത്? ഈ എ പാർട്ട് അങ്ങ് ഒഴിവാക്കി നോക്കിയേ, ഇതങ്ങ് ഒഴിവാക്കി നോക്കിയേ. പാലുൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഈ ഉടമ്പടിയിൽ വ്യവസ്ഥയുണ്ട്. ക്ലിയർ ആയില്ലേ? പാലുൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഈ ഉടമ്പടിയിൽ വ്യവസ്ഥയുണ്ട്. അതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ തെറ്റായ ഭാഗം എ ആയിരുന്നു. നമ്മൾ ചാടിക്കയറി സി എടുത്ത് കളയും. അങ്ങനെ കുഴഞ്ഞു പോകരുത്. മറ്റൊരു സെൻറ്റൻസ് കൂടി നമുക്ക് നോക്കാം. ആ സെൻറ്റൻസ് കൂടി നമുക്കൊന്ന് നോക്കാം. നോക്കൂ, മലയാള സാഹിത്യത്തിന് എഴുത്തച്ഛൻ മലയാള സാഹിത്യത്തിന് എഴുത്തച്ഛൻ നൽകിയ സംഭാവന മഹത്തരമാണ്. ഈ സെൻറ്റൻസിൽ എന്തെങ്കിലും പെശകുണ്ടോ? മലയാള സാഹിത്യത്തിന് എഴുത്തച്ഛൻ നൽകിയ സംഭാവന മഹത്തരമാണ്. ദിവ്യശ്രീ, എന്തെങ്കിലും പെശകുണ്ടോ? സിമിലി മാത്രമേ ഉള്ളൂ. സിമിലി അല്ല, സ്മൈലി മാത്രമേ. ശരി. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. നമുക്ക് പെട്ടെന്ന് തോന്നും നൽകിയ സംഭാവനയല്ല നൽകുന്നതല്ലേ? അല്ല, സംഭാവന സ്വീകരിക്കാനും കഴിയും. ഒരാൾ നൽകുമ്പോൾ മറ്റൊരാൾ സ്വീകരിക്കും. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? മഹത്തരം എന്നതാണ്. മലയാളത്തിൽ ഒരു ഗുണനാമത്തോടൊപ്പം, ഒരു ഗുണത്തോടൊപ്പം ഗുണം വിശേഷണമായി വരുമ്പോൾ അതിനോടൊപ്പം തരം ചേർക്കണമെങ്കിൽ മറ്റൊന്നുമായി താരതമ്യം ചെയ്യണം. പക്ഷേ ഇവിടെ ആരുടേതുമായും താരതമ്യം ചെയ്തിട്ടില്ല. മലയാള സാഹിത്യത്തിന് എഴുത്തച്ഛൻ നൽകിയ സംഭാവന നമ്പ്യാരുടേതിനേക്കാൾ എന്ന് പറഞ്ഞെങ്കിൽ ഓക്കെ, അപ്പോൾ അവിടെ താരതമ്യമുണ്ട്. നമ്പ്യാരുടേതിനേക്കാൾ മഹത്തരമായിരുന്നു അല്ലെങ്കിൽ മഹത്തരമാണ്. അപ്പോൾ ഇവിടെ താരതമ്യം ചെയ്യാത്തതിനാൽ തരം ചേർക്കാൻ പാടില്ല. മഹത്തരം എന്ന് പറയരുത്. മഹത്തായതാണെന്നോ മഹനീയമാണെന്നോ പറയാം.
അപ്പോൾ അവിടെ ശരിയാക്കേണ്ടത് മലയാള സാഹിത്യത്തിന് എഴുത്തച്ഛൻ നൽകിയ സംഭാവന മഹത്തായതാണ് അല്ലെങ്കിൽ മഹനീയമാണ് എന്നാകാം. മഹത്തരം എന്ന് പറയണമെങ്കിൽ താരതമ്യം ചെയ്യണം. ഇപ്പോൾ എനിക്ക് പറയാം, എൻ്റെ ഇടത് കയ്യിലിരിക്കുന്ന വസ്തു വലത് കയ്യിലുള്ളതിനേക്കാൾ മേൽത്തരമാണ്, ഇടത് കയ്യിലിരിക്കുന്നത് വലത് കയ്യിലുള്ളതിനേക്കാൾ മേൽത്തരമാണ്. ഓക്കെ, പക്ഷേ ഇത് മാത്രം എടുത്ത് വെച്ചിട്ട് ഇത് മേൽത്തരമാണെന്ന് പറയാൻ പറ്റില്ല. ഇത് മേന്മയേറിയതാണെന്നോ മേന്മ ഉള്ളതാണെന്നോ പറയാം. മേൽത്തരം എന്ന് പറയണമെങ്കിൽ താരതമ്യം ചെയ്യണം. ഇവിടെ അത് ചെയ്തിട്ടില്ല. അതാണ് ഇവിടെ ഉണ്ടായ തെറ്റ്. ഇപ്പോൾ അത്യാവശ്യം സെൻറ്റൻസുകളിലെ തെറ്റുകൾ മനസ്സിലായല്ലോ. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ വേഗവിരൽ റെഡിയാക്കി വെക്കുക. ഓക്കെ, ശരി ശ്രീവിദ്യേ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇങ്ങനെയാണ്: ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? എനിക്ക് തലവേദനയുണ്ട്. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ: ഐ ആം സഫറിങ് ഫോർ ഹെഡേക്ക്, ഐ ആം സഫറിങ് ബൈ ഹെഡേക്ക്, ഐ ആം സഫറിങ് ടു ദി ഹെഡേക്ക്, ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക്. ഏതാണ് ഇതിൻ്റെ ശരി ഉത്തരം? ഇവിടെ ഒരുപാട് പേര് വിഷ്ണുവും സ്റ്റോയ് വരട്ടെ, ആശാദേവി പറയുന്ന ഓക്കെ, നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ കറക്റ്റാണ്. മിടുക്കന്മാർ, മിടുക്കികൾ, എല്ലാവരുടെ ഉത്തരം ശരി തന്നെയാണ്. ഓപ്ഷൻ ഡി, ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക്. ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക്. എനിക്ക് തലവേദനയുണ്ട് എന്നതിന് ഐ ആം സഫറിങ് ബൈയോ സഫറിങ് ഫോറോ അല്ല, ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക്. ഇല്ലേ, അതാണ് അതിൻ്റെ. ഇതുപോലെ ചില ഇത് തരാം, പദാനുപദ തർജ്ജമയ്ക്കും തരാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഗോർദിയൻ നോട്ട്, ഇതൊരു ശൈലിയാണ്. ഗോർദിയൻ നോട്ട്, ഇതിന് തുല്യമായ മലയാളം എന്താണ്? ഗോർദിയൻ നോട്ട്, അതാണ് ഊരാക്കുടുക്ക്. ഗോർദിയൻ നോട്ടിൻ്റെ മലയാളമാണ് ഊരാക്കുടുക്ക്. ഇതുപോലെ നമ്മുടെ ഭരണഭാഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചില ലത്തീൻ പദങ്ങളുടെ മലയാളം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലൊന്നാണ് പ്രൈമാ ഫേസി. പ്രൈമാ ഫേസി ഇതിന് തുല്യമായി മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഏതാ? പ്രൈമാ ഫേസി, അതാണ് പ്രഥമ ദൃഷ്ട്യ. പ്രൈമാ ഫേസി, പ്രഥമ ദൃഷ്ട്യ. ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക. ഹേബിയസ് കോർപ്പസ്, അത് ശരീരം ഹാജരാക്കുക. പ്രൈമാ ഫൈസി, പ്രഥമ ദൃഷ്ട്യ. ഇതുപോലെ വേറെ ഒരു വാക്കുണ്ട്, വേറെ ഒന്നുണ്ട്, സ്റ്റാറ്റസ്കോ. സ്റ്റാറ്റസ്കോ, ടു മെയിൻറ്റെയിൻ ദി സ്റ്റാറ്റസ്കോ എന്നൊക്കെ പറയും. സ്റ്റാറ്റസ്കോ എന്ന് വെച്ചാൽ തൽസ്ഥിതി എന്നാണ്. മെയിൻറ്റെയിൻ ദി സ്റ്റാറ്റസ്കോ എന്ന് വെച്ചാൽ തൽസ്ഥിതി തുടരുക എന്നാണ്. ഇതുപോലെ ഈ വേറെ ചില ഭരണഭാഷയുമായി ബന്ധപ്പെട്ട, ഇപ്പോൾ ഇത് നമ്മുടെ കോടതി ഉത്തരവുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഭരണഭാഷയുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സർക്കുലർ, അതിൻ്റെ മലയാളം പരിപത്രം എന്നാണ്. സർക്കുലറിൻ്റെ മലയാളമാണ് പരിപത്രം. അതുപോലെ NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ മലയാളമാണ് നിരാക്ഷേപപത്രം. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിൻ്റേതാണ് നിരാക്ഷേപപത്രം. അതിൻ്റെ എന്താണ് രാംരാജെ? പെറ്റീഷൻ. പെറ്റീഷൻ്റെ മലയാളം നിവേദനം എന്നാണ്. നിവേദനം, അപേക്ഷ എന്നൊക്കെ പറയുന്നുണ്ട്. പെറ്റീഷൻ നിവേദനം എന്നാണ്. നിവേദനം ഹർജി എന്നും പറയാറുണ്ട്. ഹർജി, നിവേദനം, ഇതെല്ലാം പെറ്റീഷൻ്റേതാണ്. അപ്പോൾ അതേപടി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചില വാക്കുകൾ അതേപടി തർജ്ജമ ചെയ്യാൻ ചോദിക്കാം, ചിലത് അതിന് തുല്യമായതും ചോദിക്കാം. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.